BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ദളിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. നിതിൻ രാജിന് നീതി ലഭ്യമാക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയവനെ തിരിച്ചു തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? ആരാ വരുന്നതെന്ന് പറ. പോലീസ് പറയുന്നത് നിങ്ങളെ ആര് വിളിച്ചു? നിങ്ങൾക്ക് എന്തോ കാര്യമൊന്ന്, നിങ്ങൾക്ക് എന്തോ ഇവിടെ കാര്യമൊന്ന്. ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നു തള്ളിയവൻ ആരോ അവനെ ഞങ്ങൾക്ക് കാണണം, അവനെ തുറുങ്കിലടക്കണം. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. മകന് നീതി ലഭിക്കണമെന്ന് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ 24 പറഞ്ഞു. നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ മോൻ പോയി, പക്ഷേ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനായി എനിക്ക് ആരുടെയും പറയണ്ട. ഇനി ഞങ്ങൾ നേരിട്ട് പോകും. ഞങ്ങളെ മോൻ പോയി അവിടെ തന്നെ പോയിരിക്കും. അതൊരു മാറ്റമില്ല. അവൻ്റെ ഒപ്പം ഞങ്ങൾ പോകും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇനി പറയാൻ ഓരോ ദിവസം പ്രയാസം കൂടണേ ഉള്ളു. അതെ, ഞങ്ങളുടെ വാദം ആരും കേൾക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ CCTV വിഷ്വൽസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ഫോണിൽ CCTV വിഷ്വൽസിൽ പിന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കുറച്ച് വിഷ്വൽസ് അല്ലാതെ വേറെ ഒന്നും ഹാജരാക്കിയില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വേറൊരു പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്, അത് ഞങ്ങളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന ആ ഒരു പദമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞങ്ങളുടെ കയ്യിലില്ല, വേറൊരു ഉദ്യോഗസ്ഥൻ്റെ. അത് എന്ത് ന്യായമാണ്? ഹർത്താലിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. മിക്കയിടത്തും യാത്രക്കാർ വലഞ്ഞു. ബാങ്കുകളും കടകളും സമരക്കാർ അടപ്പിച്ചു. 2 മണിക്കൂർ കൂടുതലായി. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ളവരും വയ്യാത്തവരും ഒക്കെ ഉണ്ട്. ഒരുപാട് മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ജനങ്ങൾക്ക് ഇങ്ങനെ എന്തോന്നിനാണ് ഇവർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകാനുള്ള ആൾക്കാരാ ആശുപത്രിയിലും അങ്ങുമൊക്കെ. ഇതൊക്കെ മനഃപൂർവ്വം ഇതൊക്കെ വലിയ ദ്രോഹമല്ലേ ചെയ്യുന്നത്? അവിടെ കുറെ പോലീസുകാരുണ്ട്. ഇവനൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനാണ് റോഡിൽ. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? നമ്മളെല്ലാം കൂടെ ഇറങ്ങി ഇവനൊക്കെ എന്തോ ചെയ്യും? ഈ യാത്രക്കാരെല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ചാലേ നിങ്ങൾ ന്യായമൊന്നും പറയില്ല. ജനങ്ങൾക്ക് എന്തോ തോന്നിയാസമാവുന്ന 4-5 പേർ ചേർന്ന് എന്തോ തോന്നിയാസം കാണിക്കാവുന്ന. ഒരുപാട് സമയം കൊണ്ട് രാവിലെ വന്നത്, മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി വന്നത്, ആശുപത്രി പോകാം. അപ്പോഴും ഇനി പോകണില്ല, തിരിച്ച് ഇത്തിരി വീടെത്തിയാൽ മതി. ഞങ്ങൾ ബിസിനസ് തൊഴിൽപരമായിട്ട് ഇറങ്ങിയതാണ്. അതിപ്പോൾ വഴിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നമ്മുടെ ഇന്നത്തെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയമാണ്. പാലായിൽ നിന്ന് വന്ന എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 11 മണിക്കാണ് എത്തേണ്ടത് ഇവിടെ. അപ്പം ബസ്സിൻ്റെ സമയം പാലായിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ബസ് ഓഫ് ചെയ്യുമായിരിക്കും, ഇങ്ങോട്ട് കാണത്തില്ല, പ്രശ്നമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നേരത്തെ പോകുന്നതാണ്. പലയിടത്തും വാക്കുതർക്കങ്ങൾ ഉണ്ടായി. എന്നാൽ ഹർത്താലിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അജ്മൽ ദിറാർ സെക്രട്ടേറിയറ്റിൽ നിന്നും, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും, ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ചേർന്നു. ആദ്യം സെക്രട്ടേറിയറ്റ് മുന്നിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ് അജ്മൽ ദിറാറിലേക്കാണ്. അജ്മൽ, നിതിൻ രാജിന് നീതി വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താൽ എന്ന മട്ടിൽ അതിശക്തമായ പ്രതിഷേധമാണ് ദളിത് സംഘങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. VITയിലേക്ക് പരീക്ഷ എഴുതാൻ പോയവർ, ജോലിക്ക് പോകേണ്ടവർ, ഈ എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വന്നവർ, അങ്ങനെ എല്ലാ മനുഷ്യരെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിലവിൽ എന്താണ് തലസ്ഥാനത്തെ സ്ഥിതി? സമരക്കാരൊന്നും അഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എവിടേക്കാണ് പ്രതിഷേധം നടക്കുന്നത്? റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടു നിന്നിട്ടുണ്ട് ഇപ്പോൾ. സുഹൈൽ, ഈ അഞ്ചരക്കണ്ടിയിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് 52-ലധികം വരുന്ന ഈ ദലിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ആദ്യ മണിക്കൂറുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ കടകൾ അടപ്പിക്കുകയോ ബസ്സുകൾ തടയുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് സമരക്കാർ പറയുന്നത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങൾ അവഗണനാപരമായ ഒരു സമീപനമാണ് ഉണ്ടായത് എന്നാണ്. അതിനെ തുടർന്നാണ് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാട്ടാക്കട പ്രദേശങ്ങളിലുമെല്ലാം ബസ്സുകൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്യുന്ന വ്യാപകമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു പിന്നാലെ മണിക്കൂറുകളോളം ബസ്സിൽ കാത്തിരുന്ന യാത്രക്കാരും സമരക്കാരും തമ്മിൽ പലയിടങ്ങളിലും തർക്കമുണ്ടായി. സമരക്കാരും പോലീസുകാരും തമ്മിൽ തർക്കമുണ്ടായി. തിരുവനന്തപുരത്ത് നാഷണൽ ഹൈവേ കടന്നുപോകുന്ന പള്ളിപ്പുറത്ത് റോഡിന്റെ മധ്യത്തേക്ക് മരക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ
വാഹനങ്ങളും കയറ്റിവെച്ച് സമരക്കാർ റോഡ് തടയാൻ ശ്രമിച്ചത് പോലീസുമായി വാക്കുതർക്കത്തിനും രൂക്ഷമായ ചീത്തവിളികളും അടക്കമുള്ള തർക്കത്തിലേക്കും വാഗ്വാദങ്ങളിലേക്കും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു. സ്ത്രീകളടക്കമുള്ളവർ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ RCCയിലേക്കും അതോടൊപ്പം തന്നെ ചികിത്സാർത്ഥം ആശുപത്രികളിലേക്കും ഒക്കെ പോയ രോഗികളെ മണിക്കൂറുകളോളം റോഡിൽ കാത്തിരിക്കുന്നത് കണ്ടു. തമ്പാനൂരിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പല ആളുകളും അവർ ഹർത്താലിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ അറിഞ്ഞെങ്കിൽ തന്നെയും അവർ ഈ ഹർത്താലിനെ അത്രമേൽ ഗൗരവമായി കണ്ടിരുന്നില്ല. അവർ വന്നിട്ട് ബസ് കിട്ടാതെ മണിക്കൂറുകളോളം നഗരത്തിൽ നിന്ന് നിരാശയോടെ മടങ്ങുന്നത് കണ്ടു. അപ്പോൾ ഇത്തരത്തിലൊക്കെ പൊതുജന ജീവിതത്തെ വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു ഹർത്താലായി തന്നെ ഇന്നത്തെ ഹർത്താലും പണിമുടക്കും മാറിയിട്ടുണ്ട്. ഇപ്പോൾ സംഘടനയിലെ സമര അനുകൂലികളൊക്കെ ഇപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് പലയിടങ്ങളിൽ, അതായത് ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നവർ തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ശക്തി പ്രകടനമായി എത്തി. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സംഘടിതമായി പ്രതിഷേധിച്ചാൽ മാത്രം നീതി കിട്ടുക എന്നുള്ളത് ഈ പറയുന്ന സമകാലിക കേരളത്തിൽ, സമകാലിക ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.